കാസർഗോഡ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധനയിൽ ചില മെഷീനുകളിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതായി പരാതി. മോക്ക് പോളിൽ ഇന്ത്യ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിവിപാറ്റ് റസീത് ലഭിക്കുന്ന തകരാറാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ LDF ഭരണാധികാരിക്ക് പരാതി നൽകി. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പരിശോധിക്കുമ്പോഴാണ് ചില മെഷീനുകളിൽ സാങ്കേതിക തകരാറുള്ളതായി കണ്ടെത്തിയത്. കമ്മീഷനിംഗ് സമയത്ത് നിശ്ചിത ശതമാനം EVMകളിൽ മോക്പോൾ നടത്തുമ്പോൾ 4 EVMകളിൽ പ്രശ്നം കണ്ടെത്തി. ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തിയാലും വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിക്കൊപ്പം NDA സ്ഥാനാർത്ഥിക്കുമായി 2 വിവിപാറ്റ് രസീതുകൾ വരുന്നതായാണ് ശ്രദ്ധയിൽപ്പെട്ടത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സാങ്കേതിക തകരാർ കാണിച്ച വോട്ടിംഗ് മെഷീനുകൾ പോളിംഗിന് ഉപയോഗിക്കരുതെന്ന് സ്ഥലത്തെത്തിയ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഞാൻ RDOന്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അത്തരം മെഷീൻ ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി മേലധികാരികളെ അറിയിച്ച് അടിയന്തരമായി സ്വീകരിക്കണം. ഇനി അത്തരം മെഷീൻ ഈ പാളിച്ചയുള്ള പോരായ്മയുള്ള മെഷീൻ വെച്ചിട്ട് ഇനി താഴെ പോയിട്ട് അത് ബൂത്തിലേക്ക് കൊടുത്തിട്ട് കുഴപ്പം ഉണ്ടാക്കാതിരിക്കണം. അത്തരം ഇറർ കാണിക്കുന്ന മെഷീൻ ഒഴിവാക്കിയിട്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുക, ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് ഒഴിവാക്കി പുതിയ മെഷീൻ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ നടത്തണമെന്നുള്ളതാണ് LDFന്റെ അഭിപ്രായം. സാങ്കേതിക തകരാർ ഇപ്പോൾ തന്നെ പരിഹരിക്കണമെന്ന് UDF പ്രതിനിധിയായ NA നെല്ലിക്കുന്ന് MLA ആവശ്യപ്പെട്ടു. നോട്ട് ടു ബി കൗണ്ടഡ് എന്ന്. പക്ഷേ ഇത് അങ്ങനെ തന്നെ കൗണ്ടിങ്ങിൻ്റെ സമയത്ത് വന്നാൽ അവരുടെ കൗണ്ടിങ് ഏജൻറ്റ് ഇത് സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് തർക്കത്തിന് വഴിവെക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ തർക്കം ഉണ്ടാകുമെന്ന് നമുക്ക് മുൻകൂട്ടി ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യത്തിൽ ഏറ്റവും വലിയ പോംവഴി എന്താണ്? ഇപ്പോൾ തന്നെ മിഷൻ മാറ്റുക എന്നതാണ്. സംഭവത്തിൽ LDF ഭരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.